ഹായ് ഗായ്സ്, മഴത്തോരും മുമ്പേ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രൻ ആരുടെയും ഒന്നിനും കാത്തു നിൽക്കാതെ ഒരു ഉറച്ച തീരുമാനത്തിൽ എത്തുന്നു. ഗ്രേസമ്മയുടെ സ്വന്തത്തിൽപ്പെട്ട കമ്മീഷണറെയോ ഡിവൈഎസ്പിയെയോ കണ്ട് ഉള്ള സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ഇടപെട്ട് പോലീസുകാരുമായി സംസാരിച്ച് കുറ്റം ചെയ്യാത്തവൻ എന്തിനു ശിക്ഷ അനുഭവിക്കണം എന്ന് പറഞ്ഞ് രോഹിത്തിനെ വിട്ടയക്കുന്നു. ബാലചന്ദ്രന്റെ കൂടെ രോഹിത്തിനെ കൂടെ കണ്ടപ്പോൾ ബബിതയ്ക്കും കൃഷ്ണമോൾക്കും അലീനയ്ക്കും ഒക്കെ സന്തോഷമാകുന്നുണ്ട്. അലീന ഞെട്ടി നിൽക്കുന്നത് കണ്ട് ബാലചന്ദ്രൻ ഇങ്ങനെ പറയുന്നു: എന്റെ മകൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്നറിഞ്ഞിട്ട് ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തച്ഛനാ എന്ന് ചോദിക്കുന്ന ഒരു രംഗം നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ തന്നെ ബബിത ഈ വിവരം വൈജയന്തിയെ വിളിച്ചറിയിക്കുന്നുണ്ട്. മകൻ രക്ഷപ്പെട്ടല്ലോ എന്നതിൽ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് വൈജ. പിന്നീട് നമ്മുടെ അലീന രോഹിത്തിന് കുടിക്കാനും കഴിക്കാനും ഒക്കെ മുറിയിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ രോഹിത്ത് അലീനയെ ആട്ടിപ്പായിക്കുന്നുണ്ട്. എന്റെ മുന്നിൽ കണ്ടുപോകരുത്, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയിക്കോ എന്ന് പറഞ്ഞ് അലീന കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ തട്ടിത്തെറിപ്പിച്ച് തല മനഃപൂർവ്വം ചുവരിലും മേശയിലും ഒക്കെ ഇടിച്ച് ദേഷ്യം തീർക്കുന്നുണ്ട്. തലയൊക്കെ പൊട്ടി ആകപ്പാടെ ചോരയൊലിച്ച് അതുമായി വൈജയന്തിയെ കാണാൻ പോകുന്നുണ്ട് രോഹിത്ത്. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നു, നിന്റെ തല എങ്ങനെ പൊട്ടി എന്ന് ചോദിക്കുന്നുണ്ട്. അതേസമയം കമല വൈജയന്തിയെ വിളിച്ച് നീ ഉറപ്പായിട്ടും വേഗം വീട്ടിലേക്ക് വരണം എന്ന് പറയുമ്പോൾ വൈജയന്തിക്കും വീട്ടിൽ വരാൻ തിടുക്കമായി. ഇനി ഹോസ്പിറ്റലിൽ നിന്നിറങ്ങിയാൽ ബാലചന്ദ്രനോടൊപ്പം താമസിക്കുമോ അതോ വാടക വീട്ടിൽ പോകുമോ എന്നറിയില്ല. ഇതറിഞ്ഞ അലീന കൃഷ്ണമോളോട് പറയുന്നത്, നിന്റെ അമ്മ ഒരു വാടക വീടെടുത്ത് മാറാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ അധിക ദിവസം ഇവിടെ ഉണ്ടാകില്ല എന്ന് അലീനയും തീർത്തു പറയുന്നു. എന്തായാലും നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം. ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങൾ. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.